ഈ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പൊ കാണാത്ത പഞ്ചായത്ത് മെമ്പറായാലും MLA-മാരായാലും ഈ പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങി പഴങ്ങഞ്ഞി നക്കുന്ന സ്വഭാവമാർ ചന്തി വരെ കഴി കൊടുക്കും. തൂറിയിട്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരുടെ ചന്തി ഒഴുകി കൊടുക്കും. പഴങ്ങഞ്ഞി മോന്തും കുടിച്ച ചായയുടെ പകുതി മേടിച്ചുമാര് കുടിക്കും. അത് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനെ സംഭവിക്കും. അടുത്ത ഇലക്ഷനിൽ ആര് ജയിക്കും? കമ്മ്യൂണിസ്റ്റ് ഒന്നുകൂടെ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം വെച്ചാൽ ജനം പഠിക്കണം. ഇനി ഈ മന്ദബുദ്ധികളായ ജനം ഇനിയും പഠിക്കണം. ഭൂരിഭാഗം അണികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതാ പറഞ്ഞേ, ലൈഫ് മിഷൻ വീടില്ലേ, ഈ വീട് ആർക്കാ കിട്ടുന്നത്? എത്ര 100 വീടം കണ്ട് ചെയ്തുകൊണ്ട് കൊടുത്തു. ഇതിന് 90 വീടുകളും ഈ അടിമയായിട്ട് നിൽക്കുന്ന പാവാട താങ്ങുന്ന രാഷ്ട്രീയക്കാരന്മാർക്കാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. ബാക്കി 10 വീടേ ഉള്ളൂ നിവർത്തിയിട്ട ആൾക്കാർക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ തലമുറ ഒന്നായിട്ട് ഒറ്റ കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ഒരു വെണ്ടയ്ക്ക് ഇവന്മാരെ കൊണ്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണം വരെ ഇട്ടിട്ട് പോകും. അതെ, ആ നേപ്പാളിൽ കണ്ടോ, പിന്നെ അടിച്ച് ഓടിച്ചില്ല ഇവന്മാരെയൊക്കെ. അതേ കണക്ക് നടക്കും. ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണക്ക് ചെറുപ്പക്കാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പല രാഷ്ട്രീയക്കാരും മുണ്ടില്ലാവുള്ളൂ.